അടുത്ത ഇൻഡിക്കേറ്റർ, നമ്മൾ ഇൻഡിക്കേറ്ററുകളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അടുത്ത ഇൻഡിക്കേറ്ററാണ് ചൈന റോസ്, നാച്ചുറൽ ഇൻഡിക്കേറ്ററാണ്. ചൈന റോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കാണുന്ന ചെമ്പരത്തി പൂവ് എന്ന് വിളിക്കുന്ന ഒരു ചുവപ്പ് കളറിലെ പൂവ് നമ്മൾ കണ്ടിട്ടുണ്ടാവും നിങ്ങളൊക്കെ. ചെമ്പരത്തി പൂവ് എന്ന് പറയുന്ന പൂവ് പിന്നെ നമ്മൾ ചൈന റോസ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ പെറ്റൽസ്, അതിൻ്റെ ഇതളുകൾ, ആ പൂവിൻ്റെ ഇതളുകൾ എടുത്തിട്ട് ചൂടുവെള്ളത്തിലിടുക. ഓക്കെ, അങ്ങനെ ചൂടുവെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കളറ് ചേഞ്ച് ചെയ്യും. ഓക്കെ, അതിൻ്റെ കളറ് ചേഞ്ച് ചെയ്യും, ആ ചൂടുവെള്ളത്തിൻ്റെ കളറ് ചേഞ്ച് ചെയ്യും. അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇൻഡിക്കേറ്ററായിട്ട് ഉപയോഗിക്കാം. അതിൽ നമ്മൾ ആസിഡ് ഒഴിച്ചാൽ അതിൻ്റെ കളറ് ചേഞ്ച് ചെയ്യും, ബേസ് ഒഴിച്ചാൽ അതിൻ്റെ കളറ് ചേഞ്ച് ചെയ്യും. അത് ഞാനിവിടെ പറയുന്നില്ല, കാരണം നിങ്ങളത് പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങൾ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യണം. മനസ്സിലായല്ലോ? ചൈന റോസ് എടുത്ത് ചൂടുവെള്ളത്തിലിടുക, നല്ല തിളച്ച വെള്ളത്തിൽ, ഒരു ഗ്ലാസ്സിൽ നല്ല ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളം എടുത്തൊരു ഗ്ലാസ്സിൽ വെക്കുക. അതിലേക്ക് ഒരു 2-3 ചൈന റോസിൻ്റെ പെറ്റൽസ് ഇടുക. ഓക്കെ, 2-3 പൂവ് എടുത്തിട്ട് അതിൻ്റെ ഇതളുകൾ അതിലിടുക. കുറച്ച് സമയം ഒന്ന് നന്നായിട്ട് സ്പൂൺ കൊണ്ടൊക്കെ ഒന്ന് താഴ്ത്തി വെച്ച് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും തന്നെ ഈ കളറ് ചേഞ്ച് ചെയ്യും, ഈ വെള്ളത്തിൻ്റെ കളറ് ചേഞ്ച് ചെയ്യും. ശേഷം അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം വേറെ ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് എടുത്തിട്ട് അതിൽ കുറച്ച് ആസിഡ് ചേർത്ത് കൊടുത്ത് നോക്കുക, അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യും. ഓക്കെ, ഇനി ആ സൊല്യൂഷനിലേക്ക് കുറച്ച് ബേസ് ചേർത്ത് കൊടുത്ത് നോക്കുക, അപ്പോഴതിൻ്റെ കളറ് വീണ്ടും ചേഞ്ച് ചെയ്യും. മനസ്സിലായല്ലോ? ഈ ചേഞ്ച് ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് എന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്യണം. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിന് കുറേ ഉദാഹരണങ്ങൾ, കുറേ സൊല്യൂഷനിൽ ഇത് പരീക്ഷണം ചെയ്ത് നോക്കിയത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്ത് തന്നെ പറഞ്ഞു, ഈ നമുക്ക് കിട്ടുന്ന ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ആസിഡിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങളതിൽ ആദ്യം ആസിഡ് ചേർത്ത് കൊടുത്ത് നോക്കുക, കളർ ചേഞ്ച് ഉണ്ടാവുമോ നോക്കുക. നമ്മളെ ഇൻഡിക്കേറ്ററിൽ ആദ്യം ആസിഡ് ചേർത്ത് കൊടുത്ത് നോക്കുക, അപ്പോൾ കളർ ചേഞ്ച് ഉണ്ടോ നോക്കുക. ഇനി അല്ലെങ്കിൽ ബേസ് ചേർത്ത് കൊടുത്ത് നോക്കുക, എന്നിട്ട് കളർ ചേഞ്ച് ഉണ്ടോ നോക്കുക. ആ കിട്ടുന്ന നമ്മൾ ആസിഡ് ചേർത്തിട്ട് അല്ലെങ്കിൽ ബേസ് ചേർത്തിട്ട് കിട്ടുന്ന ആ സൊല്യൂഷൻ നമുക്ക് വീണ്ടും ഇൻഡിക്കേറ്ററായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഉദാഹരണത്തിന് ആസിഡ് ചേർക്കുമ്പോഴാണ് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ ആ ചേഞ്ച് ചെയ്ത് കിട്ടുന്ന സാധനം നമുക്ക് ബേസ് ചെക്ക് ചെയ്യാനുള്ള ഇൻഡിക്കേറ്ററായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി കഴിയും. മനസ്സിലായല്ലോ? അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എന്താണോ റിസൾട്ട് കിട്ടുന്നത് അത് ഈ വീഡിയോയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. മറ്റൊന്ന് ഫിനോൾഫ്തലീൻ ഇൻഡിക്കേറ്ററാണ്. ഒരു സിന്തറ്റിക് ഇൻഡിക്കേറ്ററാണ്, ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്. ഇത് സാധാരണഗതിയിൽ കളർലെസ് ആയിരിക്കും. ആസിഡിൽ ഇത് കളർലെസ് ആയിരിക്കും. അതേപോലെ റെഡിനെ പിങ്ക് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഇത് നമ്മളെ ഫിനോൾഫ്തലീൻ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്ന ഒരു കളർലെസ് ഇൻഡിക്കേറ്ററാണ്. നമ്മളെ വെള്ളം പോലെ, നമ്മൾ സാധാ പച്ചവെള്ളം പോലുള്ളൊരു ഇൻഡിക്കേറ്ററാണ് ഈ സാധനം. അത് നമ്മൾ ആസിഡിൽ നമ്മൾ ഒഴിച്ച് കഴിഞ്ഞാൽ അതിൽ കളർ ചേഞ്ച് ഒന്നും വരില്ല, നോ ചേഞ്ച് ആയിരിക്കും. അതേസമയം ബേസിൽ നമ്മളത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബേസിൻ്റെ കളർ പിങ്ക് ആയിട്ട് മാറും. ഉദാഹരണത്തിന് നമ്മൾ ഒരു ബേസിക് സൊല്യൂഷൻ, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തു വെച്ചു, വിനെഗർ, അസറ്റിക് ആസിഡും എടുത്തു വെച്ചു. എന്നിട്ട് നമ്മളൊരു ബീക്കറിൽ, ഒരു ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ കുറച്ച് ഫിനോൾഫ്തലീൻ എടുത്തതിന് ശേഷം നമ്മൾ ആ ഫിനോൾഫ്തലീനിലേക്ക് നമ്മൾ ആസിഡ് കുറച്ച് ആഡ് ചെയ്യാം. ഒരു കളർ ചേഞ്ചും കാണാൻ കഴിയില്ല. എന്നാൽ നമ്മളതിലേക്ക് ബേസ് ആഡ് ചെയ്യുന്നതോടുകൂടെ അതിൻ്റെ കളർ പിങ്കായി മാറും. നമ്മളതിലേക്ക് വീണ്ടും ആസിഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കളർലെസ് ആയി മാറും. വീണ്ടും ബേസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിങ്കായി മാറും. വീണ്ടും ആസിഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കളർലെസ് ആയി മാറും. നിങ്ങൾക്ക് ഫിനോൾഫ്തലീൻ ഇൻഡിക്കേറ്റർ കിട്ടാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളത് ചെയ്ത് നോക്കണ്ട. നമ്മളെ ലാബിൽ സാധനമുണ്ട്, നമുക്ക് ലാബിൽ നിന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് മറ്റൊരു ഇൻഡിക്കേറ്റർ, ഫിനോൾഫ്തലീൻ ഇൻഡിക്കേറ്റർ. ഈ ഫിനോൾഫ്തലീൻ എന്ന് പറയുന്നത് നാച്ചുറൽ ഇൻഡിക്കേറ്റർ അല്ല, ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഇൻഡിക്കേറ്ററാണ്. എന്നാൽ നമ്മൾ മുമ്പ് പറഞ്ഞ ഇൻഡിക്കേറ്ററുകളൊക്കെ, ചൈന റോസ് ആവട്ടെ, ടർമറിക്, ലിറ്റ്മസ് ഒക്കെ നാച്ചുറൽ ഇൻഡിക്കേറ്ററാണ്. നമുക്ക് പ്രകൃതിയിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്, നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഇൻഡിക്കേറ്ററാണ്. ഫിനോൾഫ്തലീൻ അങ്ങനെയല്ല, നമ്മൾ ആർട്ടിഫിഷ്യലാണ്, നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ഇൻഡിക്കേറ്ററാണ് ഫിനോൾഫ്തലീൻ. ഇപ്പോൾ നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തത് ആസിഡിനെയും ബേസിനെയും കുറിച്ചാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂട്രലൈസേഷനാണ്. അതായത് നമുക്ക് ഈ ആസിഡിനെയും ബേസിനെയും കൂടെ കൂട്ടിച്ചേർത്താൽ എന്താണ് സംഭവിക്കുക, അതാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനെയാണ് നമ്മൾ ന്യൂട്രലൈസേഷൻ എന്ന് പറയാം. ഉദാഹരണത്തിന് നമ്മൾ അര ഗ്ലാസ് ചൂടുവെള്ളം എടുത്തു, അര ഗ്ലാസ്
സാധാ വെള്ളം, തണുത്ത വെള്ളം എടുത്തു. എന്നിട്ട് നമ്മൾ അതിനെ രണ്ടും കൂടെ മിക്സ് ചെയ്താൽ എന്താ കിട്ടുക? നമുക്ക് കിട്ടുന്ന സാധനം ചൂടുവെള്ളം ആവില്ല, തണുത്ത വെള്ളം ആയിക്കോളൂ അല്ലേ? നമ്മളെടുത്ത അതേ ചൂടുള്ള വെള്ളം ആവില്ല കിട്ടുക, നമ്മളെടുത്ത അതേ തണുപ്പുള്ള വെള്ളം ആവില്ല കിട്ടുക. രണ്ടിൻ്റെയും കൂടെ ഇൻ്റർമീഡിയറ്റ് ഉള്ള ഒരു സാധനമാണ് കിട്ടുക അല്ലേ? അതേപോലത്തെ ഒരു സാധനമാണ് ഇവിടെയും സംഭവിക്കുക. നമ്മൾ ആസിഡിനെയും ബേസിനെയും കൂടെ കൂടിച്ചേർത്ത് നമുക്ക് കിട്ടുന്ന സാധനം ആസിഡും ആവില്ല, ബേസും ആവില്ല, അത് ന്യൂട്രൽ ആയിരിക്കും. ഓക്കെ, ആസിഡും ആവില്ല, ബേസും ആവില്ല, ന്യൂട്രൽ ആയിട്ടുള്ളൊരു സാധനമാണ് നമുക്ക് കിട്ടുക. അതുകൊണ്ട് ആ പ്രോസസ്സിനാണ് നമ്മൾ ന്യൂട്രലൈസേഷൻ എന്ന് വിളിക്കുക. ദ റിയാക്ഷൻ ബിറ്റ്വീൻ ആൻ ആസിഡ് ആൻഡ് എ ബേസ് ഇസ് നോൺ ആസ് ന്യൂട്രലൈസേഷൻ. ആസിഡും ബേസും തമ്മിലുള്ള റിയാക്ഷനാണ് നമ്മൾ ന്യൂട്രലൈസേഷൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ന്യൂട്രലൈസ് ചെയ്താൽ നമുക്ക് കിട്ടുക സാൾട്ടും വാട്ടറുമാണ്. അതോടൊപ്പം തന്നെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഇത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്ന സാധനമാണ്, വളരെ സിമ്പിളായിട്ട് ചെയ്യാം. വീട്ടിൽ സാധാരണഗതിയിൽ അപ്പക്കാരം എന്ന് പറയുന്ന സാധനം ഉണ്ടാവും അല്ലേ? നമ്മൾ അപ്പക്കാരം, സോഡക്കാരം, പല പേരിലും അറിയപ്പെടാറുണ്ട് ആ സാധനം. ബേക്കിംഗ് സോഡ, പല പേരിലും അറിയപ്പെടുന്ന ഒരു സാധനമുണ്ട്. ഇത് നമ്മൾ സാധാരണ വീടുകളിലൊക്കെ നമ്മൾ ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. പക്ഷെ അത്രത്തോളം നല്ല സാധനമൊന്നുമല്ല, കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുകയൊന്നും ചെയ്യരുത്. എനിവേ എന്തായാലും നമ്മൾ വീട്ടിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സാധനമാണ്. അതുപോലെ തന്നെ സുർക്ക, വിനെഗർ എന്ന് പറയുന്ന സുർക്ക എന്ന് പറയുന്ന സാധനം നമ്മുടെ വീട്ടിൽ ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു 2 ഗ്ലാസ് എടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു 3 ഗ്ലാസ് എടുക്കുക. ഒന്നിൽ കുറച്ച് സുർക്ക ഒഴിച്ച് വെക്കുക, ഒന്നിൽ കുറച്ച് ബേക്കിംഗ് സോഡ വെള്ളത്തിലിട്ട് കലക്കിയിട്ട് വെക്കുക. വെള്ളത്തിലിട്ട് കലക്കണമെന്നൊന്നുമില്ല, വെള്ളത്തിലിട്ട് കലക്കിയിട്ട് വേണം അങ്ങനെ വെക്കാം. അതേപോലെ മൂന്നാമതൊരു ഗ്ലാസ് എടുക്കുക. ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു ഗ്ലാസ്സിൽ നിന്ന് കുറച്ച് ആസിഡ് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക, അതായത് അസറ്റിക് ആസിഡ്, സുർക്ക ഒഴിക്കുക. അതോടൊപ്പം തന്നെ മറ്റേ ഗ്ലാസ്സിൽ നിന്ന് കുറച്ച് ബേസ്, അതായത് നമ്മളെ ബേക്കിംഗ് സോഡ കലക്കി വെച്ച സൊല്യൂഷനും അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയും ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് നിരീക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബേക്കിംഗ് സോഡ നമ്മൾ ഡയറക്റ്റ് ശരിക്കും ഇങ്ങനെ ഒരു പതച്ച് പോകുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ആ ഗ്ലാസ് ചെറുതായിട്ട് ചൂടാവുകയും ചെയ്യും. നമ്മളെടുക്കുന്ന എത്രത്തോളം സ്ട്രോങ്ങിലാണോ നമ്മൾ ഇതെടുക്കുന്നത്, എത്രത്തോളം കോൺസെൻട്രേറ്റഡ് ആണോ എന്നുള്ളതിനനുസരിച്ച് വേരിയേഷൻ വരും. എന്തായാലും ആസിഡും ബേസും കൂടെ കൂടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, നമ്മളെ ഗ്ലാസ് ചെറുതായിട്ട് ചൂടാവും. മനസ്സിലായല്ലോ? അതോടൊപ്പം നമുക്ക് കിട്ടുന്ന സാധനമാണ് സാൾട്ടും വാട്ടറും. ഇങ്ങനെ നമ്മൾ തുല്യ അളവിലാണ് നമ്മൾ ഈ ആസിഡും ബേസും എടുക്കുന്നതെങ്കിൽ ആസിഡിന് നല്ല പുളിയായിരിക്കും, ബേസിന് നല്ല കയ്പ്പായിരിക്കും. എന്നാൽ ഈ ആസിഡും ബേസും കൂടെ കൂട്ടിച്ചേർത്ത് കിട്ടുന്ന സൊല്യൂഷൻ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ അതിന് കയ്പ്പും ഉണ്ടാവില്ല, പുളിപ്പും ഉണ്ടാവില്ല. കാരണം അത് ആസിഡും അല്ല, ബേസും അല്ല, അത് ന്യൂട്രലാണ്. അതോടൊപ്പം അതിൽ നിന്ന് സാൾട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അതിൻ്റെ ഒരു കെമിക്കൽ ഫോർമുലയാണ് താഴെ കാണിച്ചിട്ടുള്ളത്. ആസിഡ് പ്ലസ് ബേസ് ഗീവ്സ് വാട്ടർ പ്ലസ് സാൾട്ട്. H2O എന്ന് പറഞ്ഞാൽ വാട്ടറാണ്, സാൾട്ട്. ഓക്കെ, സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് ബേസാണ്. നമുക്ക് ലാബിലൊക്കെ ചെയ്ത് നോക്കാവുന്ന എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടുക വാട്ടറും അതേപോലെ സോഡിയം ക്ലോറൈഡ്, നമ്മൾ സാധാ ഉപയോഗിക്കുന്ന കറിയുപ്പ് എന്ന് പറയുന്ന സാധനമാണ് കിട്ടുക. ഓക്കെ, HCl എന്ന് പറയുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. നമ്മൾ സാധാരണ ലാബിലൊക്കെ നമ്മൾ ചെയ്ത് നോക്കുന്ന എക്സ്പെരിമെൻ്റ് ആണ്. മനസ്സിലായല്ലോ ന്യൂട്രലൈസേഷൻ എന്താണെന്നുള്ളത്? ഒരു ആസിഡും ബേസും കൂടെ കൂടിച്ചേർന്നിട്ട് വാട്ടറും സാൾട്ടും പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ന്യൂട്രലൈസേഷൻ എന്ന് വിളിക്കുക. ദ റിയാക്ഷൻ ബിറ്റ്വീൻ ആൻ ആസിഡ് ആൻഡ് എ ബേസ് ഇസ് നോൺ ആസ് ന്യൂട്രലൈസേഷൻ. അങ്ങനെ ന്യൂട്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2 സാധനങ്ങളാണ്, സാൾട്ടും വാട്ടറും. അതോടൊപ്പം തന്നെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ പ്രോസസ്സിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂട്രലൈസേഷൻ. ഓക്കെ, ന്യൂട്രലൈസ്ഡ് ആയിട്ട് നമുക്ക് കിട്ടുന്ന സാധനം നൈദർ ആസിഡ് നോർ ബേസ്, ആസിഡും ആവില്ല, ബേസും ആവില്ല. അതാണ് അങ്ങനെയുള്ള സാധനത്താണ് നമ്മൾ ന്യൂട്രൽ സൊല്യൂഷൻ നമ്മൾ വാട്ടർ എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ എടുക്കുന്ന ആസിഡിനും ബേസിനും ഒക്കെ അനുസരിച്ച് ഇതിൽ ചെറിയ ചെറിയ വേരിയേഷനൊക്കെ ഉണ്ടാവും. കൂടുതൽ വിശദമായിട്ട് നിങ്ങൾ വലിയ ക്ലാസ്സുകളിൽ പഠിക്കും. ഇപ്പോൾ ഇത്ര മാത്രം പഠിക്കുക. ഇപ്പം നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾ പിന്നെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്ന എക്സ്പെരിമെൻ്റ് ആണ്. ചെയ്ത് നോക്കിയ ആളുകളൊക്കെ ചെയ്ത് നോക്കി എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ വേണം. ഇനി നമ്മുടെ നിത്യജീവിതത്തിൽ എങ്ങനെയാണ് ന്യൂട്രലൈസേഷൻ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്കിനി നോക്കാനുള്ളത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.